കുറച്ച് എരിവൊക്കെ കൂടുതലിട്ട് കൊടുക്കട്ടാ. എരിവൊക്കെ കഴിച്ച് പഠിക്കണടാ കുട്ടികള്. വെള്ളം ഇങ്ങനെ ഊണ് കഴിക്കുമ്പോ എപ്പോഴും കൊടുക്കരുത്. അത് എങ്ങനെ ശീലിപ്പിക്കണം? ഭക്ഷണം കഴിഞ്ഞിട്ടേ വെള്ളം കൊടുക്കാം. ഇപ്പൊ തന്നെ നമുക്ക് വയറ് വീർത്താ. നമ്മളെല്ലാരും ഓരോ ഉരുള കൊടുത്തല്ലോ. മതിയോ മക്കൾക്ക്? മതിയാ? ഇനി വേണ്ടേ? അതെ തക്കളി ചേച്ചി വന്നല്ലോ. കൈ കഴിക്കോളൂ മക്കളെ. കൈയൊക്കെ ഒന്ന് കഴിക്കും കേട്ടാ. തണലത്ത് എവിടെയെങ്കിലും പോയിരുന്നു കളിക്കണട്ടാ. നീ എല്ലാം കഴിച്ചോടി. നല്ല പുളിശ്ശേരി ഉണ്ട്, ഇവിടെ ഉണ്ടാക്കിയതാ. എന്താ കഴിക്കേ? എനിക്കൊന്നും വേണ്ട. എന്നാ പിന്നെ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഇതൊന്നുമല്ല. പിന്നെ നീ ദത്തെടുത്തത് നിയമപരമായിട്ടൊക്കെ തന്നെയാണോ? നേരിട്ടില്ല. ഞാൻ അവനെ പോലെ പൊട്ടണമെന്ന് വിചാരിച്ച ചെയ്യേണ്ട രീതി തന്നെ ചേട്ടനെ എടുത്തിരിക്കുന്നില്ല. എന്താണ് ഇപ്പൊ ക്ലീറ്റോന് ഒരു ഫോൺ വന്നു. നമ്മുടെ നല്ലുമോളില്ലേ, അവളുടെ ശരിക്കുള്ള അച്ഛനും അമ്മയും വരുന്നെന്ന് കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട്. അതെങ്ങനെ? എനിക്കറിയില്ല, അതാ ഞാൻ ചോദിച്ചത്. നീ ശരിക്കൊക്കെ തന്നെയാണോ എല്ലാം ചെയ്തിരിക്കണേ? അവര് വന്നെങ്ങനെ കൊണ്ടുപോവോ? അല്ല, ഈ ശരിക്കുള്ള അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഈ കൊച്ചിനെങ്ങനെയാ അനാഥാലയത്തിൽ വരുന്നത്? കനക അവരിപ്പോ വരും. ഇങ്ങോട്ട് വരുമോ? അപ്പൊ അങ്ങനെ വന്നാ നമ്മൾ കൊടുക്കേണ്ടി വരുമോ? അളയാ, കുഞ്ഞിന്റെ ഡ്രസ്സ് അത് ഇത് എടുക്കാനുള്ള എടുത്ത് കൊച്ചിനെ ഇതിന്റെ കൂടെ പറഞ്ഞു. കുഞ്ഞിന്റെ ഡ്രസ്സൊന്നും വേണ്ട, ആവശ്യമുള്ള ഡ്രസ്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ കൊച്ചിനെ മതി. എന്റെ കൊച്ചിനെ ഇറക്കി വിടും പ്ലീസ്. നിങ്ങൾ എന്തായി പറയുന്നത്? ഏത് കൊച്ച്? നിങ്ങൾ എന്താ വഴി തെറ്റി വന്ന? വഴി തെറ്റാതിരിക്കാനാണ് ഞാനും കൂടെ വണ്ടിയിൽ വന്നത്. നിങ്ങൾ ദത്തെടുത്ത കൊച്ചില്ലേ, അതിന്റെ യഥാർത്ഥ അവകാശി അലക്സാർ. വെറുതെ നാടകം കളിക്കാ അദ്ദേഹത്തെ വിളിച്ചിട്ട് പോലെ. മിസ്റ്റർ, ഞാൻ നാടകം കളിക്കാൻ വന്നല്ല, മര്യാദയ്ക്ക് എന്റെ കൊച്ചിനെ ഇറക്കി വിടും. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. അളയാ, ഈ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ദത്തെടുത്ത കൊച്ചിന്റെ യഥാർത്ഥ അവകാശി അതിന്റെ തന്തയാണ് ഈ അലക്സാർ. സാറും ഭാര്യയുമായിട്ട് ചെറിയ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അറിയണം സാർ, ഇവരറിയണം. സാറ് പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. അപ്പോൾ അങ്ങനെ ജീവിച്ചു പോണതിൻ്റെ ഇടയിൽ അവർ തമ്മിൽ എന്തൊക്കെയോ സ്വരച്ചേർച്ചയും പ്രശ്നങ്ങളും ആയപ്പോൾ കുഞ്ഞ് അവരുടെ ഇടയിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിന്നേ. അങ്ങനെ പിന്നെ കുഞ്ഞിനെ അവർ നേരെ കൊണ്ടുവന്ന് കോൺവെന്റിലാക്കാനുള്ള തീരുമാനമെടുത്തു. ഈ കോൺവെന്റുകാർ സാറ് തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചേ. പക്ഷേ സാറ് തിരിച്ചു വന്നു. സാറിന് ഇപ്പോൾ കുഞ്ഞിനെ വേണം. നിങ്ങളെ നിയമപരമായിട്ടല്ല അവിടുന്ന് കുഞ്ഞിനെ എടുത്തേക്കുന്നത്. അതൊക്കെ സാറ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, നിങ്ങൾക്ക് കാശ് ഞാൻ എത്ര വേണമെങ്കിലും തരാം. എന്റെ കുഞ്ഞിനെ നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. ഇതുമാതിരി നാടകം കളിക്കുന്നല്ലാതെ അതെ മനപ്പുറം ഉണ്ടാക്കുന്നത്. ഹലോ അളിയാ, നിങ്ങളിങ്ങനെ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാതെ കൊച്ചിനെ കൊടുക്ക്. കൊച്ചിനെ കൊടുക്കാം. അതെ, ഒരു മിനിറ്റ്. സാർ, ഞാനാ സാർ. എവിടെയാ ജോലി എന്ന് പറഞ്ഞത്? അമേരിക്കയിൽ. അമേരിക്കയിൽ എവിടെ? അമേരിക്കയിൽ എവിടെ? ഇത് നീ ഓർക്കണ്ട. നീ എന്നോട് പറഞ്ഞു, ഞാൻ ഓർക്കും. നീ ഓർക്കടാ. നീ ഓർത്ത് പറ. ന്യൂയോർക്ക്. എക്സ്ക്യൂസ് മീ, എന്താ ചോദിച്ചത്? അമേരിക്കയിൽ എവിടെയാന്ന്? ന്യൂയോർക്ക്. എന്നോട് പറഞ്ഞത്. ഇറ്റലിയിൽ സാറിന് ബിസിനസ് ഉണ്ട്. അമേരിക്കയുടെ അയൽ രാജ്യമാണല്ലോ ഇറ്റലി. സാർ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളാ. അല്ല, അപ്പോഴും കൊച്ചിനെ അനാഥാലയത്തിലാക്കിയിട്ട് എത്ര നാളായി? 7 വർഷമായി. ഞങ്ങളെടുത്ത കൊച്ചിന് 6 വർഷമല്ലായിരുന്നു. അതെ, ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോ സാർ അമേരിക്ക പോയ ഡേറ്റാണോ വർഷമാണോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ കളിക്കാതെ കൊച്ചിനെ കൊടുക്ക്. കുഞ്ഞിനെ വിളിക്കൂ. സാർ തിരക്കുള്ള ഒരു മനുഷ്യനാണ്. വൈകിട്ട് തിരിച്ചു പോകണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? കുഞ്ഞിന്റെ പേരെന്താ പറഞ്ഞ? എന്റെ കൊച്ചിന്റെ പേര് ആന്റണി. എന്റെ കൊച്ചിന്റെ പേര് ആന്റണി. നിങ്ങളെ കൊച്ചിനെ എന്ത് വിളിക്കുന്നറിയില്ല. പക്ഷെ മാമോദിസ മുക്കിയപ്പോ ഞാൻ എന്റെ കുഞ്ഞിനെ വിളിച്ചത് ആന്റണി എന്നാണ്. എന്റെ ആന്റപ്പൻ. എന്റെ ക്ഷമിക്കണം, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാ. ഞങ്ങൾ വിട്ടുതരാം, കുഞ്ഞിനെ വിട്ടുതരാം.
എന്റെ കുഞ്ഞിനെ കാണാൻ എനിക്ക് കൊതിയാവും. എത്ര കാലമായി എന്റെ കുഞ്ഞിനെ കണ്ടിട്ട്. ഇതാണ് ഞങ്ങൾ ദത്തെടുത്ത കുട്ടി. അയ്യോ എന്റെ മോൻ, അയ്യോ എന്റെ മോന് മുടിയൊക്കെ ഒരുപാട് വളർന്നല്ലേ. ഇവനെന്താ നിങ്ങൾ ബാബുവിനെ എനിക്ക് പഠിപ്പിക്കുന്ന? എന്റെ കുഞ്ഞെ, എന്റെ മോനെ, നമുക്ക് ഈ ഡ്രസ്സൊക്കെ മാറ്റണം. നല്ല നിക്കറൊക്കെ മേടിച്ചിടണം കേട്ടോ. ഒരു മിനിറ്റ്. അയ്യോ എന്തിനാ അടിച്ചത്? എടാ, തരികിടയാണെങ്കിലും തട്ടിപ്പാണെങ്കിലും ഒരു സ്ഥലത്തേക്ക് വരുമ്പോ കഥ എന്താണെന്ന് ആദ്യം അന്വേഷിച്ചറിയണം. ഇല്ലാതെ ഈ പണിക്കിറങ്ങരുത്. മനസ്സിലായാലും ഇറങ്ങ്. എടാ പറഞ്ഞു കേട്ടാ. എടാ ഒരു കൊട്ടേഷൻ ഏൽപ്പിക്കുമ്പോ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. എടാ ആ കൊച്ച ആണാണോ പെണ്ണാണോ എന്നൊക്കെ നിനക്ക് പറഞ്ഞുകൂടായിരുന്നാടാ. അടിയും വാങ്ങിച്ചെന്ന് നീ വരുമല്ലോ അങ്ങോട്ട്, ഞാൻ നിനക്ക് ശരിയാക്കി തരാം. വണ്ടി അളിയ പറയാനുണ്ട്, വേറെ ഒന്നും വിചാരിക്കരുത്. ഒട്ടും പുതുമയില്ലായിരുന്നു, കണ്ട് കണ്ട് മടുത്ത്. പിന്നെ ആകെ ഒരു പുതുമ ഉണ്ടായിരുന്നത് അവനിട്ടൊരെണ്ണം കൊടുത്തത്. അത് ഗംഭീരമായി.